ഇന്നത്തെ പോലെ നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ആരാണ് നമ്മുടെ കൂടെ നാട്ടുകൂട്ടമായി എത്തിയിരിക്കുന്നത് എന്നുള്ളത് അറിയണ്ടേ? പിന്നെ ലെറ്റ്സ് വെൽക്കം ദി ഇൻഫ്ലുവൻസേഴ്സ്. ഹായ്, നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു രേഷ്മ, രവീന, അൻവർ, കല്യാണി ആൻഡ് നെറിൻ. എന്നാണ്ട് പുതിയ വിശേഷങ്ങൾ, വ്ളോഗിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? വളരെ നന്നായിട്ട് തന്നെ വ്ളോഗിങ് പോകുന്നു. നമ്മള് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നടക്കുന്ന മിക്ക കാര്യങ്ങളും നമ്മൾ കാണിക്കും. എനിക്ക് എപ്പോഴുള്ള ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും കൈ കിട്ടുന്ന എന്തിനെ പറ്റി നമ്മൾ സംസാരിക്കും എന്നുള്ളതാണോ, അതോ അതിനായിട്ട് ഒരു സ്പെഷ്യൽ കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനെ നമുക്ക് എന്താണോ തോന്നുന്നത് ആ ഒരു രീതിയിൽ നമ്മളുടെ ലൈഫ് എങ്ങനെയാണോ പോകുന്നത് ആ ഒരു ഫ്ലോയ്ക്കൊത്ത് നമ്മൾ കോണ്ടന്റ് വരുത്തുന്നു. എലിന ഒരു സെക്കൻഡ്, കൺഫേം ആണോ? അയ്യോ, ഒരു സെക്കൻഡ്, നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു എൻട്രി വരുന്നുണ്ട്. എലിന ഒന്ന് നീങ്ങിക്കോളൂ, സെന്റർ സ്റ്റേജ് ഒന്ന് ഓപ്പൺ ചെയ്യണേ. മ്യൂസിക് എല്ലാരും ഒന്ന് നോക്കണേ. എന്റെ പൊന്നെ, मेरा प्यारे परिजन वालों, मैं आप सभी को मेरा शुभकामना देता हूं. मैं नरेंद्र भाई नहीं हूं, मैं उसकी नकली चेहरा है. അതായത് ഒരു സബ്ടൈറ്റിലൂടെ തരൂ. मेरा नाम है रामचंद्रन. आप मलयाली है? ഞാൻ മലയാളിയാണ്. श्वेता जी, आप कैसे हो? मैं बहुत बढ़िया हूँ. आप बताइए, आप कैसे हैं सर? हमें तो बहुत खुशी हो रही है कि आप हमारे मंच में आए. आपने हमारे को ये एक सौभाग्य दिया और हमारे कॉमेडी मास्टर्स को धन्य बना दिया इस शो को. हम also. आपके कारण हमारा ये शो अभी नेशनल तो एक्चुअली पूरी दुनिया देखेगी, तो बहुत खुशी हो रही है. बहुत बहुत धन्यवाद सर जी. और ये हमारा बस आपका आशीर्वाद हम सबके साथ रहे. बस ചേച്ചി, ഞങ്ങളൊക്കെ സുഗമ ഹിന്ദിക്കാരാണ്, നിർത്തി പറയുന്നത്. सच बोलेगा तो ये मेरा सौभाग्य है. इतना बड़ा अमृता चैनल की, वो भी इतना हंसने वाला, सोचने वाला प्रोग्राम कॉमेडी मास्टर्स में बुलाए. मैं बहुत खुश नजर आ रहा हूँ. ഇത് എന്റെ അമ്മ ചിലപ്പോ ഇപ്പൊ ടി വി കാണുവാണെങ്കിലേ DD നാഷണലാന്ന് വിചാരിക്കും. അതെ, ഭൂതല സംപ്രേഷണം. നമുക്ക് മലയാളം പോരെ? മലയാളം മതി. ശരി, ഹിന്ദി മലയാളം മതി. അയ്യോ, വേണ്ട. നമ്മള് മലയാളികൾക്ക് സുഖമാണോ? മറ്റേ ചോദിച്ചേ ചേട്ടാ, നരേന്ദ്രമോദി സാർ എപ്പോ വന്നാലും ഈ കേരളത്തിൽ സുഖമാണോ എന്നൊരു ചോദ്യം ചോദിക്കും. मेरा മലയാളി സുഹൃത്തുക്കളെ, സുഖമാണോ? ഏതായാലും നമസ്കാരം, നിങ്ങൾക്ക് വളരെയധികം നമസ്കാരം. സത്യമായിട്ട് പറയട്ടെ, ഭയങ്കര goosebumps ആയിരുന്നു. സാറ് വന്ന് എനിക്ക് ആദ്യത്തെ ഒരു സാധനം പറയട്ടെ. സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോ എന്നോട് അറ്റ്ലീസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യും, എന്തെങ്കിലും ഒന്ന് പറയും. ഇത് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ടോ. എന്റെ ലൈഫിൽ, എന്റെ കരിയറിൽ കിളി പോയൊരു മൊമെന്റ് ചോദിച്ചാൽ ഞാൻ ഇതായിരിക്കും ഇനി പറയാ. കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ആദ്യമായിട്ടായിരിക്കും. ഭയങ്കര സ്റ്റണ്ടായിട്ട് എനിക്ക് ഇപ്പോഴും റിയാലിറ്റിയിൽ വരാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയിലാണ്. ഞാൻ കണ്ണൂരുകാരൻ, പയ്യന്നൂരിലാണ് എന്റെ താമസം. പക്ഷെ ഞാൻ ബോംബെയിലും ഗൾഫിലൊക്കെ ആയിട്ട് ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. യൂഷ്വലി നടക്കുമ്പോൾ ഈ കോസ്റ്റ്യൂമും ഇങ്ങനെ തന്നെ ആയിരിക്കും. അതോ ഞാൻ സാധാരണ കൂടുതൽ ആൾക്കാരിൽ നിന്നും ഒഴിവാകാൻ വേണ്ടിയിട്ട് സാധാരണ പൈജാമ, ഞാൻ ഈ ജൂബ മാത്രം ഇടും. അല്ലെങ്കിൽ ഞാൻ ഷർട്ടും ഒക്കെ ചില സന്ദർഭങ്ങളിലെങ്കിലും എനിക്ക് മാസ്ക് ധരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ആദ്യമായിട്ട് ആരാണ് ഇങ്ങനെ തിരിച്ചറിഞ്ഞത്? ഒരു ഫേസ് കട്ട് ഉണ്ട്, ആൾക്കാർ വന്ന് ആദ്യമായിട്ട് സംസാരിച്ചു. അത് 2017 ഞാൻ എൻ്റെ പയ്യന്നൂർ സ്റ്റേഷനിൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകാൻ വെയിറ്റ് ചെയ്യുന്ന സന്ദർഭത്തില് ഏതോ ഒരു കുട്ടിയെ കണ്ട് എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ വൈറലായി. മോദിജി എന്ന് പറഞ്ഞിട്ട് വൈറലാക്കി. അന്നു മുതൽ എല്ലായിടത്തും ആൾക്കാരുടെ ഒരു പ്രകടനം തന്നെയായിരുന്നു. ഡിറ്റോ എന്ന് പറയാം, ഡിറ്റോ ഫിഗർ. ഡിറ്റോ എന്താണ് ജോലി? എന്താണ്?
ഞാൻ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ബേസിക്കലി ഒരു സ്റ്റെനോഗ്രാഫർ ആയിരുന്നു പണ്ട് ആ കാലഘട്ടത്തിൽ 70-ൽ മുമ്പേ. അപ്പോൾ അങ്ങനെ പല പ്രൈവറ്റ് കമ്പനികളിലും സെക്രട്ടറി ആയിട്ടും ഒക്കെയാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. എന്തായാലും അടുത്ത് തന്നെ മോദിജിയുടെ അടുത്ത് എത്താൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥത്തോട് പ്രാർത്ഥിച്ചു. കാരണം തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞ ഭയങ്കര ഒരു കിടിലം മൊമെന്റ് ആണ് ഞങ്ങൾ കിട്ടിയിരിക്കുന്നത്. അഖിലേ, നമുക്ക് കിട്ടിയൊരു അവസരമാണ്. ഒരു ഫോട്ടോ എനിക്ക് സാറിന്റെ കൂടെ വേണം. എനിക്കും വേണം. നമുക്ക് എല്ലാവർക്കും വേണം. ചേച്ചി ഞങ്ങളൊന്ന് എടുക്കോ, എന്നിട്ട് സാറിനെ അങ്ങോട്ടേക്ക് വിടാം. എന്റെ ദൈവമേ. ചേച്ചി വരുന്നു. ഒരുപാട് സന്തോഷം. സാറിന്റെ കുടുംബത്തിനോടും എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയാം. തീർച്ചയായിട്ടും അവരൊക്കെ കാണുന്നുണ്ടാവുമായിരിക്കും, എല്ലാവർക്കും പ്രോഗ്രാം കാണുന്നുണ്ടാവുമായിരിക്കും.